ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ നാം എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നവംബറിൽ തന്നെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിജ്ഞാപനമൊക്കെ ഇപ്പം പുറപ്പെടുവിക്കുന്നുള്ളതിൻ്റെ ഒരു വാർത്താവലോകനമൊക്കെ വന്നിട്ടുണ്ട് PSCയുടെ ഭാഗത്ത് നിന്ന്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എന്താണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും അതേപോലെ തന്നെ SIയുടെയും ഒക്കെ വിജ്ഞാപനങ്ങൾ വരുന്ന നവംബർ 28 പുറപ്പെടുവിക്കുന്നതാണ് പുതിയ വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പം നമുക്കറിയാം ഡിഗ്രി തലത്തിലുള്ള എത്ര എക്സാംസ് ആണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഇനി 2026 എന്ന് പറയുന്നത് എക്സാമുകളുടെ ഒരു കാലമാണ്. കയ്യിലൊരു ബിരുദമുണ്ടെങ്കിൽ ഗവൺമെൻറ് ജോലിക്ക് പറ്റിയ ഏറ്റവും മികച്ച അവസരം തന്നെയാണ് 2026. നോക്കിയേ, നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതുപോലെ KAT അല്ലേ, അങ്ങനെ നിരവധി ഡിഗ്രി തലത്തിലുള്ള എക്സാംസിൻ്റെ കൂടി ഇതാ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കൂടി ഉൾപ്പെടെയാണ്. അപ്പോൾ നവംബർ 28 അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും നമുക്ക് നോക്കാം. എന്താണ് 54 തസ്തികയിലാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. നവംബർ 28 54 തസ്തികകളിലേക്ക് വിജ്ഞാപനം വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ നമുക്ക് പറ്റുന്ന, അതായത് ഓരോരോ കാൻഡിഡേറ്റ്സിന് പറ്റുന്ന തരത്തിലുള്ള ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. നോട്ടിഫിക്കേഷൻ വന്നാൽ അപേക്ഷ സമർപ്പിക്കാൻ ലേറ്റ് ആവരുത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. നോക്കാം എന്താണെന്ന്. സംസ്ഥാന സർവകലാശാലകളിൽ അസിസ്റ്റന്റ് പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി, പ്രിസൺസ് ആൻഡ് കറക്ഷനിൽ സർവീസിൽ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 ഉൾപ്പെടെ 54 തസ്തികയിൽ PSC ഉടൻ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. വിജ്ഞാപനം വരുന്ന ഡേറ്റ് ഓർത്ത് വെച്ചോ, നവംബർ 28. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളിൽ നോക്കാം. ജനറൽ കാറ്റഗറി സംസ്ഥാന തലത്തിൽ സർവകലാശാലകളിൽ അസിസ്റ്റന്റ് പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി, ഓപ്പൺ മാർക്കറ്റ്, മിനിസ്റ്റീരിയൽ കോൺസ്റ്റബിളറി. ആംഡ് പോലീസ് ബറ്റാലിയൻ, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി, അതേപോലെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നാച്ചുറൽ സയൻസ്, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് പ്രോഗ്രാമർ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ജൂനിയർ മാനേജർ ക്വാളിറ്റി അഷുറൻസ്, ഹയർ സെക്രട്ടറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി ജൂനിയർ, പ്രിസൺ ആൻഡ് കറക്ഷനിൽ സർവീസ് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1, സൂപ്രണ്ട് സബ് ജയിൽ സൂപ്പർവൈസർ, ഓപ്പൺ പ്രിസൺ സൂപ്പർവൈസർ, ബോസ്റ്റൽ സ്കൂൾ ആർമർ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ലെക്ചറർ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് ഓഫീസർ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റോർ കീപ്പർ, ഓപ്പൺ പ്രിസൺ നേരിട്ടും തസ്തിക മാറ്റം വഴിയും. പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്മാൻ സിവിൽ നേരിട്ടും തസ്തിക മാറ്റം വഴിയും. ആരോഗ്യ വകുപ്പിൽ റെഫ്രിജറേഷൻ മെക്കാനിക് HER, മിനറൽസ് ആൻഡ് മെറ്റൽസിൽ MS യൂണിറ്റ്, ജൂനിയർ പെട്രോകെമിക്കൽ അനലിസ്റ്റ് കുക്ക് ഗ്രേഡ് 2, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം, ഹൗസിംഗ് ബോർഡിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഓവർസിയർ സിവിൽ, KTDCയിൽ ഓവർസിയർ ഗ്രേഡ് 1, ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ സൂപ്പർവൈസർ, പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സർവകലാശാലകളിൽ ഇലക്ട്രീഷ്യൻ, റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻസ് ലിമിറ്റഡ് ഇലക്ട്രിക്കൽ ഹെൽപ്പർ, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സിൽ സെക്യൂരിറ്റി ഗാർഡ്, കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ ഡെപ്യൂട്ടി മാനേജർ ഫെർട്ടിലൈസർ. ഇത്രയും സംസ്ഥാന തലത്തിൽ. ഇനി ജില്ലാ തലത്തിലോ, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ തൃശ്ശൂരിൽ ECG ടെക്നീഷ്യൻ ഗ്രേഡ് 2, വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് വയനാട്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ മെക്കാനിക് കോട്ടയം. ഇനി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിലോ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി SC ST, അതുപോലെ NCA. സംസ്ഥാന തലത്തിൽ വാട്ടർ അതോറിറ്റിയിൽ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ഈഴവ, പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് മാനേജർ LCAI, ആരോഗ്യ വകുപ്പിൽ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ മുസ്ലിം, പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വിമുക്ത ഭടന്മാർ മുസ്ലിം, SC ST, വിശ്വകർമ്മ, ഹിന്ദു നാടാർ, SCC, ധീവര, LCAI, SIUC നാടാർ. മൗണ്ടഡ് പോലീസ് യൂണിറ്റിൽ മൗണ്ടഡ് പോലീസ് OBC SC, പോലീസ് ബാൻഡ് യൂണിറ്റ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ, ബാൻഡ് ബ്യൂഗ്ലർ, ഡ്രമ്മർ മുസ്ലിം, SC ST, ഈഴവ, വിശ്വകർമ്മ, ഹിന്ദു നാടാർ, SCC, ധീവര, LCAI, കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ മാർക്കറ്റിംഗ് ഓർഗനൈസർ,
സൊസൈറ്റി കാറ്റഗറി SC. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ ജൂനിയർ അസിസ്റ്റന്റ് മുസ്ലിം. ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ ഇലക്ട്രീഷ്യൻ മുസ്ലിം. കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ വർക്കർ പ്ലാന്റ് അറ്റൻഡർ ഗ്രേഡ് 3 ഈഴവ SC മുസ്ലിം LCAI ധീവര OBC. ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ സെയിൻസ് അസിസ്റ്റന്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ ക്ലർക്ക് സൊസൈറ്റി കാറ്റഗറി വിശ്വകർമ്മ LCAI. NCA ജില്ലാതലം വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ അറബിക് ഈഴവ. മലപ്പുറം ജില്ലയിൽ ഹൈസ്കൂൾ ടീച്ചർ അറബിക് ST. കാസർഗോഡ് ജില്ലയിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കന്നഡ മീഡിയം LC/AI. മലപ്പുറം ജില്ലയിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു ST ധീവര. പത്തനംതിട്ട ജില്ലയിൽ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി ഹിന്ദു നാടാർ. വിവിധ ജില്ലകളിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് ഈഴവ OBC വിശ്വകർമ്മ SC ഹിന്ദു നാടാർ ST. വിവിധ ജില്ലകളിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് ഈഴവ SC ST SCC OBC. കണ്ണൂർ ജില്ലയിൽ മ്യൂസിക് ടീച്ചർ LCAI. വിവിധ ജില്ലകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 SCC LCAI ST. മലപ്പുറം ജില്ലയിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു. കൊല്ലം ജില്ലയിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്. എറണാകുളം ജില്ലയിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി. അങ്ങനെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത്? 1 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, 2 SI, അതുപോലെ മൂന്നാമത്തത് എന്താണ്? നമ്മുടെ അസിസ്റ്റന്റ് ജയിലർ അല്ലേ? അതായത് 6 വർഷത്തിന് ശേഷമാണ് അസിസ്റ്റന്റ് ജയിലറുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരാൻ പോകുന്നത്? നവംബർ 28. അങ്ങനെ ന്യൂ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നോട്ടിഫിക്കേഷൻ ഇതാ എത്തിക്കഴിഞ്ഞു. നവംബർ 28 നോട്ടിഫിക്കേഷൻ കയ്യിൽ വരും. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ നല്ല രീതിയിൽ പഠിച്ചോ. പ്രിലിംസ് ഉണ്ടാവും, പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് അങ്ങനെയായിരിക്കും. അപ്പം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കറണ്ട് അഫയേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആയ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ഈ ഒരു ഏരിയക്ക് നല്ല ഊന്നൽ കൊടുത്ത് ഡെയിലി PYQs ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2026 എന്ത് കിട്ടും? ഒരു ഗവൺമെൻറ് ജോബ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.